നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6 വെള്ളിയാഴ്ചയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് രാവിലെ 10 മണിക്കാണ് നടക്കാനിരിക്കുന്നത്. RBIയിൽ നിന്ന് വായ്പ എടുക്കുന്ന നിരക്ക് 0.25% കുറയുമെന്നും ഇത് 6% നിന്ന് 5.75% കുറയുമെന്നുമാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. വായ്പ വർദ്ധിപ്പിക്കുന്നതിനും അനിശ്ചിത സമയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനും RBI ഒരുപക്ഷെ 0.50% വലിയ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ SBI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും നിരക്ക് കുറയ്ക്കൽ എത്തരത്തിലായിരിക്കും എന്ന് അറിയാൻ രാവിലെ 10 മണി വരെ നമുക്ക് കാത്തിരിക്കാം. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ US വിപണികളെല്ലാം ഇടിയുകയുണ്ടായി. പ്രസിഡന്റ് ട്രംപ് ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള US ചൈന താരിഫ് ചർച്ചകളെക്കുറിച്ചുള്ള ചില നല്ല വാർത്തകൾ US വിപണിയിൽ ഉണ്ടായിരുന്നിട്ടും ടെസ്ലയുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞതാണ് ഇന്നലെ US വിപണികൾ ഒരു ഇടിവിലേക്ക് പോകാൻ കാരണമായത്. ഡൗ ജോൺസ് 0.25% ഇടിഞ്ഞു. S&P 500 0.53%, നാസ്ഡാക്ക് 0.83%മാണ് ഇടിഞ്ഞത്. ടെസ്ല CEO എലോൺ മസ്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പരസ്യമായ തർക്കം കാരണം ടെസ്ലയുടെ ഓഹരികൾ ഇന്നലെ 14% ഇടിവാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ 5 എണ്ണത്തിൽ 4 ദിവസവും നഷ്ടത്തിലായിരുന്നു ടെസ്ല ക്ലോസ് ചെയ്തത്. ടെസ്ലയുടെ വിപണി മൂല്യത്തിൽ ഏകദേശം $150 മില്യൺ നഷ്ടപ്പെട്ടത്. ബുധനാഴ്ച US നിന്നും പുറത്തുവന്ന US പ്രൈവറ്റ് പേറോൾ ഡാറ്റ ഒരു എക്കണോമിക് സ്ലോ ഡൗണിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന നോൺ ഫാം പേറോൾ റിപ്പോർട്ട് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായി വരുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇന്നലെ വലിയ റാലിയിലേക്ക് പോയത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആയിരുന്നു. 5% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.23% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.84% നേട്ടത്തിലും ഇൻഫോസിസ് 0.42% ഉയർന്നു. വിപ്രോ 0.53% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഏകദേശം 3% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $1 ലക്ഷം അരികെയായിട്ട് എത്തി നിൽക്കുന്നുണ്ട്. ഗോൾഡ് പ്രൈസിൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1% ഇടിവുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 73,040 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. 0.7% നേട്ടമാണ് ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ ഉണ്ടായത്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയുടെ ലിങ്ക് കൂടി നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക്. ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് MDR നിരക്കുകൾ സർക്കാർ ഉടൻ നിശ്ചയിച്ചേക്കും. ബാങ്കുകൾക്കും പേയ്മെന്റ് സേവന ദാതാക്കൾക്കും അവരുടെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും പ്രവർത്തന ചെലവുകൾക്കും നഷ്ടപരിഹാരം ആവശ്യമാണ്. ഇപ്പോൾ പരിധി പരിഗണിക്കുന്നത് ഇപ്രകാരമാണ്. 2000 മുതൽ 5000 മുകളിലുള്ള ഇടപാടുകൾക്ക് ചാർജുകൾ ബാധകമായേക്കാം. ചെറിയ ഇടപാടുകൾ സൗജന്യമായി തുടരും. ഇന്ത്യയിൽ പണരഹിത പേയ്മെന്റുകളിൽ UPI 80% വിഹിതം വഹിക്കുന്നുണ്ട്. ഇനി UPI ഇടപാടുകളിലുള്ള ഒരു വളർച്ച നോക്കിയാൽ ഫിനാൻഷ്യൽ ഇയർ 2020 വെറും 21.3 ലക്ഷം കോടി രൂപയായിരുന്നു UPI ഇടപാട് മൂല്യമുണ്ടായിരുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഇയർ 2025 ആയപ്പോഴേക്കും 260.56 ലക്ഷം കോടി രൂപയായി അത് ഉയരുകയുണ്ടായി. അതായത് വലിയ വളർച്ചയാണ് അവരുടെ മൂല്യത്തിലുണ്ടായത്. ഇതുകൂടാതെ വലിയ ആശങ്ക ഉയർത്തുന്നത് ഇപ്പോൾ ചെറുകിട വ്യാപാരികൾക്ക് തന്നെയാണ്. പക്ഷേ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് ദോഷം വരില്ലെന്നും UPI ഉപയോഗിക്കുന്നതിൽ നിന്ന് ആളുകൾ നിരുത്സാഹപ്പെടില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകുന്നു. പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ബജാജ് ഫിൻസർവ്. കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനികളായ ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്, ജംനാലാൽ സൺസ് എന്നിവർ 5828 കോടി രൂപയുടെ വലിയ ഓഹരി വിൽപ്പന ആരംഭിച്ചതായി CNBC TV 18 റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ച വാർത്തയാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്രൊമോട്ടറായ ഹിന്ദുജ ഗ്രൂപ്പിന് കൂടുതൽ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിലെ പ്രൊമോട്ടർമാർ കൈവശം വെച്ചിരിക്കുന്ന ഓഹരികളിലെ ഈട്, അതായത് ലോൺ ഗ്യാരണ്ടി നീക്കം ചെയ്യുക, ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് പ്രൊമോട്ടർമാരുടെ ഒരു പ്രതിനിധിയെങ്കിലും നിയമിക്കുക. ഈ 2 നിബന്ധനകളാണ് ഇപ്പോൾ RBI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത് പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. പരാഗ്വേയിലെ മുൻനിര പുനരുപയോഗ ഊർജ്ജ സ്ഥാപനമായ എൻസർ എസിൽ നിന്ന് പുതിയ ഒരു അന്താരാഷ്ട്ര പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് JSW എനർജിയാണ്. JSW എനർജി 281 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ആരംഭിച്ചു. ഇതിൽ 215 മെഗാവാട്ട് സൗരോർജ്ജവും 66 മെഗാവാട്ട് കാറ്റാടി ഊർജ്ജവും ഉൾപ്പെടുന്നു. അടുത്തത് സിങ്ക ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയാണ്. ആക്സിൽ ഇന്ത്യ ഫോർ മൗറീഷ്യസ്
സിംഗ ലോജിസ്റ്റിക്സിലെ 1.32% ഓഹരികൾ കുറച്ചിരിക്കുന്നു. അടുത്തത് IREDA ആണ്. കമ്പനി QIP ആരംഭിക്കുകയാണ്. 4500 കോടി രൂപയാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി കമ്പനി സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പവർ ഗ്രിഡ് എന്ന കമ്പനിയാണ്. 2025 ഏപ്രിൽ 3 മുതൽ ഗുജറാത്തിൽ ISTS പാർട്ട് സിയിൽ നിന്ന് ATC വർദ്ധിപ്പിക്കുന്നതിനുള്ള നെറ്റ്വർക്ക് എക്സ്പാൻഷൻ എന്ന പേരിൽ ഒരു പുതിയ ട്രാൻസ്മിഷൻ പദ്ധതി ആരംഭിക്കുന്നതിന് പവർ ഗ്രിഡ് പദ്ധതി ഇടുന്നു. അടുത്തത് അശോക ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് 1387 കോടി രൂപയുടെ പുതിയൊരു കരാർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് FNO സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവയാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂളുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയാണ് വരിക. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. 3000 രൂപയാണ് ഫീസായിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്ക്. FIS ഇന്നലെ സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 208 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2382 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ പോസിറ്റീവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.32% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.07% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.05% നേട്ടത്തിൽ, ജക്കാർത്ത കോമ്പോസിറ്റ് 0.63% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,842 എന്ന നിലയിൽ 12 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷിങ് ജിൻപിങ്ങും തമ്മിലുള്ള ഫോൺ കോളിനെ തുടർന്ന് US ചൈനയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് സമ്മതിച്ചു എന്ന വാർത്തകളെ തുടർന്ന് ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഏകദേശം 1% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $65.24 പെർ ബാരൽ എന്ന നിലയിൽ 0.02% ഇടിവിലാണ്. WTI ഉള്ളത് $63.23 പെർ ബാരൽ എന്ന നിലയിൽ 0.22% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 24,751 131 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് 5 മിനിറ്റിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന്. ഇന്നലെ രാവിലെ തന്നെ, അതായത് ആദ്യത്തെ ക്യാൻഡിലിൽ തന്നെ ഒരു ബ്രേക്ക് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം ഏകദേശം 250ഓളം പോയിന്റ്സ് നിഫ്റ്റി ഉയർന്നിരുന്നു. നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇത്തരത്തിലുള്ള നല്ല അവസരങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയത് 24,899 ആണ്. ഈ ഒരു ലെവൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി ഈ 24,900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപക്ഷെ 25,000 മുതൽ നമ്മൾ പറഞ്ഞ ആ ഒരു 25,200 വരെയൊക്കെയുള്ള സോണിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 ആണ്. മെയ് 22-ാം തീയതിയിലെ ലോയും അതുപോലെ ജൂൺ 3-ാം തീയതിയിലെ ലോയും ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെയാണ്. അതായത് ഏകദേശം ഒരു 24,500 സോണിൽ തന്നെയാണ് ഈ ലെവലുകൾ ഉള്ളത്. അതുകൊണ്ട് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 തന്നെയാണ്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,800 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,700, അതിനുശേഷം 24,600 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,700. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,750 സ്ട്രൈക്കിൽ 1,212% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 507% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,700 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 284% വർധനവ്, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 26% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. 24,800 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 145% വർധനവ്, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 104% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് താരതമ്യേന നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ
ബാങ്ക് നിഫ്റ്റിയുടെ നേട്ടം ചെറുതായിരുന്നു. 55,761 84 പോയിന്റ്സ് അഥവാ 0.15% മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയത് ഒരു ഡോജി കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 56,100 പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 56,100 മുകളിലായിട്ട് ഒരു ഡെയിലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 56,500 വരെയൊക്കെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. ഇന്ത്യ വിക്സിലേക്ക് 15.08 4.21% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ വിക്സ് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇടിയുകയുണ്ടായി. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യുന്നത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.